അർജുന്റെ ബന്ധുവായ ജിതിൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ജിതിൻ, കേൾക്കാമോ? താങ്കൾ ഇപ്പോൾ എവിടെയാണ്? ആ സംഭവ സ്ഥലത്ത് തന്നെയാണോ? സംഭവ സ്ഥലത്ത് സ്പോട്ടിലുണ്ട്, മണ്ണെടുക്കുന്ന സ്ഥലത്തുണ്ട്. സ്പോട്ടിലുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നത്? എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? താങ്കളും കൂടെ ഉണ്ടല്ലോ. അതെ അതെ, ഇപ്പം 3 JCB മണ്ണ് എടുക്കുന്നുണ്ട്. അവിടുന്ന് 3 JCB ആ മണ്ണ് കളയാനും നിൽക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ വന്നപ്പോ അവസാനം ഞങ്ങൾ 7:30 ആകുമ്പോഴാണ് ഇവിടെ എത്തുന്നത്. 7:30 ആയപ്പോ എത്തിയപ്പോഴും ഇവിടെ വർക്കുന്ന ഒരു ജോലി ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു അധികാരികളോ കലക്ടറോ അല്ലെങ്കിൽ SP പോലുള്ള ആരും ജില്ലാ ഭരണകൂടമോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവർക്ക് NDRF ഒരു നിർദ്ദേശം പോലും കിട്ടിയില്ല. അവര് ഇന്നലെ സസ്പെക്ട് ചെയ്ത് മാർക്ക് ചെയ്ത സ്ഥലത്ത് മണ്ണ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടുത്തെ MPD ഉദ്യോഗസ്ഥർ കലക്ടറെ വിളിക്കുകയും, നമ്മുടെ നാട്ടിൽ MPD ഉദ്യോഗസ്ഥർ കലക്ടറെ വിളിക്കുകയും കലക്ടർ ഫോണിൽ കൂടെ അനുമതി കൊടുക്കുന്ന നടപടി, അതിന് ശേഷമാണ് ഇപ്പോൾ മണ്ണെടുക്കൽ തുടങ്ങിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് അവിടുത്തെ MLA മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ചെറിയൊരു കാലതാമസമൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെയല്ല, ഇന്ന് രാവിലെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ രീതിയിൽ ഇന്ന് രാവിലെ താമസം ഉണ്ടായിട്ടുണ്ടായിരുന്നു, അങ്ങനാണോ? രാവിലെ കാലതാമസം ഉണ്ടായി. അതെ, ഇന്നലെ പറഞ്ഞത് 6:30 ആകുമ്പോഴേക്ക് തുടങ്ങുന്ന വർക്ക് തുടങ്ങിയിരുന്നു. ഇവിടുന്ന് ഈ സ്ഥലത്ത് ഇപ്പുറത്തുള്ള മണ്ണ് മാറ്റലൊക്കെയാണ് അത് നടന്നത്. നമ്മുടെ സസ്പെക്ട് ചെയ്ത സ്ഥലത്തേക്ക് അവര് മണ്ണ് മാന്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് NDRFന്റെ ടീം ലീഡർ പറഞ്ഞത് അവർ കറക്റ്റ് വന്നിട്ട് അവർ അനുമതി കിട്ടിയിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അനുമതി അവർക്ക് കിട്ടിയത് എത്ര മണിക്കാണ്? കളക്ടർ അനുമതി പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയതിനു ശേഷം വർക്കൊന്നും കാണാതെ അവിടെ മണ്ണെടുക്കാതെ കാരണം അന്വേഷിച്ചപ്പോഴാണ് ഇത് മനസ്സിലായത്. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലുള്ള MPD ഉദ്യോഗസ്ഥർ കളക്ടറെ വിളിക്കുകയും കളക്ടർ അത് അപ്പോൾ ഫോണിൽ കൂടെ തന്നെ അതിനൊരു അപ്രൂവ് കൊടുക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മണ്ണെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം നിലവിലെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് അതിനുശേഷം കൃത്യമായിട്ട് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ? ഇപ്പം മണ്ണെടുപ്പ് നടക്കുന്നുണ്ട്, തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടത് സൈന്യം എത്തണം എന്നുള്ളതാണ്. അപ്പോൾ അവർ ഉടനെ എത്തുമെന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാരൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിച്ചിരുന്നു, അവരെന്താണ് പറയുന്നത്? എന്താണ് സൈന്യം എത്തണം എന്നുള്ള, ആർമി എത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടെ മുന്നിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ തീരുമാനമായിട്ടുണ്ട്. ഉടൻ തന്നെ സൈന്യം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എത്ര മണിയോട് കൂടി അവരെത്തും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് അവർ പറയുന്നത്? അവർ 9:30-10 മണിയാകുമ്പോൾ എത്തും എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അത്രേ ആവും അല്ലേ? NDRFന്റെ ഇവിടുത്തെ ഇവരെ ലീഡറും പറഞ്ഞിരിക്കുന്നത് ആ സമയമാകുമ്പോ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, NDRFന്റെ ഇവിടെ ഗ്രൗണ്ടിൽ ജോലി ചെയ്യുന്ന ആ ലീഡർ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഇന്നലെ മാത്രമാണ് ഇങ്ങനെ ഒരു വണ്ടി ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതും ഇങ്ങനെ ഒരാൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നതും അദ്ദേഹം അറിയുന്നത് ഇന്നലെ മാത്രമാണെന്ന്. നോക്കൂ, അധികൃതരിൽ നിന്ന് എത്ര അനാസ്ഥപരമായിട്ടുള്ള കാര്യമാണ് നടന്നത്. അവര് പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞോ? ഇത്രയും നാളും അർജുന് വേണ്ടിയുള്ള തെരച്ചിലാണ്, വലിയ സംഭവമാണ്, എന്നിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല, അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രാവിലെ മുതൽ, അതായത് പല ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്, പരാതിയൊക്കെ പറയുന്നതിലും കാര്യമുണ്ടല്ലേ? അതെ അതെ, അദ്ദേഹം ഈ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഇവരെ ലീഡ് ചെയ്യുന്ന ആളാണ്. ആ രീതിയിൽ വലിയ വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് ഇപ്പോഴും ആ ബന്ധു പറയുകയാണ്. കാരണം രാവിലെ ജിതിൻ കേൾക്കാമോ? ഞാൻ വിചാരിച്ചു താങ്കളുടെ ഫോൺ കട്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ രാവിലെ നിങ്ങൾ വന്നപ്പോൾ രക്ഷാദൗത്യം തുടങ്ങിയിട്ടില്ലായിരുന്നു. പല വിധത്തിൽ അവിടുന്ന് അനുമതി ഇവിടുന്ന് അനുമതി എന്നൊക്കെ പറഞ്ഞ് ആകെ കാര്യങ്ങൾ കുഴപ്പമായിരുന്നു. ഇപ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥൻ, എന്താണ് അവിടെ നടക്കുന്നത് പോലും അറിയാത്തൊരു ഉദ്യോഗസ്ഥൻ അവിടെയുണ്ട്. അയാൾ അങ്ങനെ സംസാരിച്ചിരുന്നു എന്ന് പോലും ജിതിൻ പറയുന്നു. അപ്പോൾ കുറച്ചു മുമ്പ് MLA ഒക്കെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. എന്താണ് ജിതിൻ അവിടെ നടക്കുന്നത്? ഇപ്പോൾ ഇങ്ങനെ ഓരോ ഉദ്യോഗസ്ഥരൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ആശങ്ക ഉണ്ടാക്കുന്നതേ ഉള്ളൂ. എന്ത് തന്നെയായാലും പോട്ടെ, ഉള്ള ഉദ്യോഗസ്ഥരെ വെച്ചിട്ട് അവിടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നീങ്ങുന്നുണ്ടോ? അപ്പോ ഇപ്പൊ ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ ഇവിടുന്ന് MLA ഇതുവരെ എത്തിയിട്ടില്ല, പിന്നെ കളക്ടർ ഇതുവരെ എത്തിയിട്ടില്ല, പിന്നെ SP ഇതുവരെ എത്തിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഉള്ളത് NDRFന്റെയും SDRFന്റെയും പിന്നെ കുറച്ച് ആൾക്കാരും പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്. അവരാരൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അവിടേക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, MLA ഇപ്പോൾ ആ സ്പോട്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ മാധ്യമങ്ങളോട് അല്പസമയം മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട് എന്ന് അവരടുത്തൊക്കെ നിങ്ങൾ സംസാരിക്കുമോ? അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി പണി എന്തായാലും വർക്ക് മൂവാം. കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ വൈകുന്നേരം മുഴുവൻ ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ജോലി ഇവിടെ നടന്നത്.
തീർച്ചയായിട്ടും. ഇപ്പോൾ അവിടെ ജിതിന്റെ കൂടെ ആരൊക്കെയുണ്ട്, മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ടോ? വീടുമായിട്ട് ഫോൺ ചെയ്തപ്പോൾ എന്താണ് അവരൊക്കെ പറയുന്നത്? വീടുമായിട്ട് ആ ഫോൺ ചെയ്തപ്പോൾ അവരും പ്രതീക്ഷയിലാണ്. ഇന്ന് മിലിറ്ററി വരുമെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ കാലാവസ്ഥ എങ്ങനെയുണ്ട് ജിതിൻ? വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ പോകാൻ വിധത്തിലുള്ള കാലാവസ്ഥ അവിടെ അനുകൂലമായിട്ട് നിൽക്കുകയാണോ? ഇന്ന് രാവിലെ വരെ അതിശക്തമായ ഒരു മഴ ഉണ്ടായിരുന്നു. ഇപ്പൊ മഴയൊന്നുമില്ല. ഇപ്പൊ കാലാവസ്ഥ അനുകൂലമാണ്. അതെ അല്ലേ, ശരി ശരി ജിതിൻ. എന്തായാലും ഈ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് അവരവിടെ ആ സ്പോട്ടിൽ തന്നെയുണ്ട്. ആ രക്ഷാദൗത്യം നടക്കുന്ന ഇടത്ത് തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ളവരുണ്ട്. ജിതിൻ അർജുന്റെ ബന്ധുവാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. ഗുരുതരമായ കാര്യങ്ങൾ ഓരോ നിമിഷം അവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും രാവിലെ അവിടുന്ന് അനുമതി ഇവിടുന്ന് അനുമതിയൊക്കെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൗത്യം തുടങ്ങാൻ വൈകിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം ജിതിൻ ഇപ്പോൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. ഒരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ ഇന്നലെയാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായത്, ഒരു അപകടം ഉണ്ടായത്, ഇന്ന ആളാണ് ഇതിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെയാണ് ഞങ്ങൾ അറിഞ്ഞത് എന്ന് ഒരു ഉദ്യോഗസ്ഥൻ പോലും പറയുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടായി എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു നാടൊന്നാകെ കാത്തിരിക്കുകയാണ് അർജുന്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട്. അർജുൻ മാത്രമല്ല, മറ്റ് 2 പേർ കൂടി കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളുണ്ട്. അവരെയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ആരോപണം വീണ്ടും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.